നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല മഹോത്സവം. ഓണവും വിഷുവും എന്നതുപോലെ ഇത് മലയാളികളുടെ ആഘോഷമായി മാറിയിരിക്കുകയാണ്. ഭക്തി തിളച്ചു തുളുമ്പിയ ഈ പുണ്യദിനത്തിൽ നിറവാർന്ന നാളവുമായി നമ്മുടെ സന്ധ്യാദീപം തെളിയുകയാണ്. ഏവർക്കും സ്വാഗതം. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഫലപ്രാപ്തിയാണ് ആറ്റുകാൽ പൊങ്കാല. ക്ഷേത്രസന്നിധിയിൽ നേർച്ചയായി ആരംഭിച്ച പൊങ്കാല ഇന്ന് 10-20 കിലോമീറ്റർ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. മധുരാദഹനം കഴിഞ്ഞ് ആറ്റുകാലിൽ ഇളവേറ്റ കണ്ണകിക്ക് ആദ്യമായി നിവേദിച്ച വഴിപാട് എന്ന നിലയിലാണ് പൊങ്കാല എന്ന ചടങ്ങിന്റെ ആരംഭം. ഇന്നത് ദക്ഷിണ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെമ്പാടുമുള്ള ആചാരമായി വികാസം പ്രാപിച്ചിരിക്കുന്നു. ശർക്കര പൊങ്കാല, പാൽപ്പായസം, വെള്ളച്ചോർ, മണ്ടപ്പുറ്റ്, അട, തെരളി എന്നിങ്ങനെ ഭക്തരുടെ വിവിധ ആവശ്യങ്ങൾക്ക് അനുസൃതമായ വിഭവങ്ങൾ ഒരുക്കി ദേവിക്ക് നിവേദിക്കുന്ന ഒരു മഹോത്സവമാണിത്. ഈ ചടങ്ങാണ് ആറ്റുകാൽ എന്ന മഹാക്ഷേത്രത്തെ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രനിരയിലേക്ക് ഉയർത്തിയത്. തമിഴ്നാട്ടിലെ കൊയ്ത്തുത്സവമായ പൊങ്കലിന്റെ സ്വാധീനത്തിൽ രൂപം കൊണ്ട ചടങ്ങാണിത്. എന്നാൽ ഇന്ന് ഇത് പുതിയ പുതിയ മാനങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ആറ്റുകാലമ്മയ്ക്ക് അന്നപൂർണേശ്വരിയുടെ ഭാവം കൂടി നൽകുന്ന ദിനമാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ദിനം. ക്ഷേത്രമുറ്റത്തെ പാട്ടുപന്തലിൽ കുഴിത്താളം മുട്ടി പാട്ടുകാർ പാടുന്ന തോറ്റം പാട്ടിൽ അമ്മ പാണ്ഡ്യന്റെ തലയറുക്കുന്ന വേളയിലാണ് ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ ജ്വാല തെളിയുന്നത്. ആ തീനാളത്തിൽ നിന്ന് പകർന്നെടുക്കുന്ന അഗ്നിയാൽ അടുപ്പുകൾ നിരനിരെ കത്തിത്തുടങ്ങും. 1 നിന്ന് 2ആയി, 2 4ആയി, ഇരട്ടിച്ചിരട്ടിച്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള അടുപ്പുകളിൽ വരെ തീ തെളിയും. ഇതേ തീനാളം തന്നെ പകർന്നെടുത്ത് വാഹനങ്ങളിലെത്തിച്ചും ദൂരെയുള്ള അടുപ്പുകൾ കത്തിക്കാറുണ്ട്. ഇന്ന് ഈ പറയുന്ന പരിധികൾക്കപ്പുറത്തേക്ക് പൊങ്കാല വ്യാപിച്ചതോടെ മറ്റു പല ക്ഷേത്രങ്ങളുടെ പരിസരവും പൊങ്കാല കളങ്ങളായി മാറിയിട്ടുണ്ട്. കൊറോണ കാലത്തിനിപ്പുറം പൊങ്കാല വീട്ടുമുറ്റത്ത് തന്നെ നടത്തുന്ന ചടങ്ങുകളായി മാറിയിട്ടുണ്ട്. സർവ്വവ്യാപിയായ ആറ്റുകാലമ്മയ്ക്ക് എവിടെയും പൊങ്കാലയിട്ട് സമർപ്പിക്കാം എന്ന മാനസിക നിലയിലാണ് ഇന്ന് ഭക്തജനങ്ങൾ. വിപുലമായ സംവിധാനങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയും സന്നദ്ധ സംഘടനകളും സംസ്ഥാന തദ്ദേശ ഭരണകൂടങ്ങളും ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഓരോ കവലകളിലും പൊങ്കാല ഉത്സവത്തിന്റെ അനുരണനങ്ങൾ ഇന്ന് നമുക്ക് കാണാം. സ്ത്രീഹൃദയങ്ങളിലെ ഭക്തിയും മാതൃത്വവും പൊങ്കാലയായി തിളച്ചു തുളുമ്പുന്ന മഹനീയ മുഹൂർത്തമാണ് ആറ്റുകാൽ പൊങ്കാല നമുക്ക് മുന്നിലെത്തിക്കുന്നത്. അതെ, ഇത് അസാധാരണമായ, അപൂർവമായ, അവാച്യമായ അനുഭൂതിയുടെ ദിനമാണ്. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ആറ്റുകാൽ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന വരികളാണിവ. സകല ചരാചരങ്ങളുടെയും മാതാവ് തന്നെയാണ് ദേവി. ഇനി നമുക്ക് ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ജയ ജഗദീശ്വരി മാത സരസ്വതി ശരണാഗത പ്രതിപാലനഹാരി. ജയ ജഗദീശ്വരി മാത സരസ്വതി ശരണാഗത
प्रतिपालनहारी जय जगदीश्वरी चंद्रबिंब समवदन विराजे शशिमकुडमाला गलधारी चंद्रबिंब समवदन विराजे शशिमकुटमाला गलधारी वीणावामा अंगमे शोभे सामगीतध्वनि मधुर पियारी वीणावामांगमे शोभे सामगीतध्वनि मधुर पियारी जय जगदीश्वरी वाद सरस्वती शरणागत प्रतिपालनहारी श्वेतवसन कमलासन सुंदर संग सखी शुभ हंस सवारी श्वेतवसन कमलासन सुंदर संग सखी शुभ हंस सवारी ब्रह्मानंद में दास तुम्हारो दे दर्शन पर ब्रह्म दुलारी ब्रह्मानंद में दास तुम्हारो दे दर्शन पर ब्रह्म दुलारी ब्रह्मानंद में दास तुम्हारो दे दर्शन पर ब्रह्म दुलारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी जय जगदीश्वरी പൊങ്കാല എന്നത് തമിഴ്നാടുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ദേവീ പൂജയുടെ ഒരു ഭാഗമാണ്. എങ്ങനെയാണ് പൊങ്കാല ആരാധനയുടെ ഭാഗമായത് എന്നതിന് ഒരു കഥയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയാണ്. നിരവധിയായിട്ടുള്ള അമ്മമാർ ഇപ്പോഴകം തന്നെ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സമർപ്പിക്കാൻ സാധിച്ചവർക്കും മനസ്സാകുന്ന പൊങ്കാല ഭഗവതിക്ക് എവിടെയാണോ നമ്മളുള്ളത് അവിടെ ഇരുന്നുകൊണ്ട് സമർപ്പിച്ച ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചിട്ടുള്ള ഈ കഥയമമ്മയുടെ അധ്യായത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധിയുള്ള പൊങ്കാല മഹോത്സവം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ. ആറ്റുകാൽ ഭഗവതിയുടെ ഭാവങ്ങളായിട്ട് പറയുന്നത് നിരവധിയായിട്ടുള്ള സങ്കല്പങ്ങളാണ് അമ്മയെക്കുറിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ളത് കണ്ണകിയുടെ ഭാവമായിട്ടുള്ള ഒരു ആരാധനയാണ്, സങ്കല്പമാണ്. പാണ്ഡ്യനെ വധിച്ച് തിരിച്ചു വരുന്ന അമ്മയെ ജനങ്ങൾ അമ്മയുടെ ആ കോപം ശമിപ്പിക്കാനായിട്ട്, അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് പൊങ്കാലകളിട്ട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ദാരികനെ വധിച്ചു വരുന്ന ഭദ്രകാളിയെ ഇതുപോലെ അമ്മയെ ശാന്തിയാക്കാനായിട്ട് അമ്മയുടെ മക്കള് അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി നിരനിരയായിരുന്നുകൊണ്ട് എന്ന് പറയാറുണ്ട്. മഹിഷാസുരനെ വധിച്ചു വരുന്ന ദുർഗയെ സമാധാനിപ്പിക്കാനായിട്ട് അവിടെയും ഭക്തർ പൊങ്കാല സമർപ്പിച്ചു എന്ന് പറയാറുണ്ട്. എങ്ങനെയാണെങ്കിലും ഒരമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ആത്യന്തികമായിട്ട് പൊങ്കാലയുടെ ഇതിവൃത്തം. സ്വന്തം അമ്മയ്ക്ക് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്ന ദിവസം. അപ്പം ഭഗവതിക്ക് ആറ്റുകാല്
എല്ലാ ദിവസവും നേദ്യമുണ്ട്. വിശേഷപ്പെട്ട നിരവധിയായിട്ടുള്ള വഴിപാടുകൾ അമ്മയ്ക്ക് എല്ലാ ദിവസവും ആ ശ്രീകോവിലിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഭഗവതി പോലും എല്ലാ വർഷവും കാത്തിരിക്കുന്നുണ്ടാവുക ലക്ഷക്കണക്കിന് വരുന്ന തൻ്റെ മക്കള് ഈ വെയിലും ചൂടും എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി വ്രതത്തോടു കൂടി വന്ന് അവരുടെ സമർപ്പണ ബുദ്ധിയോടുകൂടി തങ്ങളാലാവുന്നൊരു നേദ്യം, തെരളിയോ മണ്ടപ്പുറ്റോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഭഗവതിക്ക് സമർപ്പിച്ച് അമ്മേ ഇത് അമ്മയുടെ മകള് തരുന്നതാണ്, ഇത് അമ്മ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണേ എന്ന് പറയുന്ന സമയത്ത് ആ അമ്മ അനുഭവിക്കുന്ന അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ മഹത്വം. പൊങ്കാല എന്ന് പറയുന്ന ശബ്ദത്തിന് തന്നെ ഉയർന്നു പൊങ്ങുക അല്ലെങ്കിൽ പൊങ്ങി തിളച്ചു മറിയുക എന്നൊക്കെയാണ് അർത്ഥം. ആനന്ദത്തിൻ്റെ ഒരു തിളച്ചുമറയലാണ് ഓരോ പൊങ്കാലയിലും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും നമ്മുടെ സനാതനധർമ്മത്തെ വിമർശിക്കാറുണ്ട്. പല ആരാധനയിലും സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലല്ലോ, സ്ത്രീകളെ രണ്ടാം കിടയായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയുള്ള ചിന്തിക്കുന്ന ദൃഷ്ടാന്തമാണ്, ഏറ്റവും വെളിപ്പെടുത്താവുന്ന തെളിവാണ് ആറ്റുകാൽ പൊങ്കാല. എത്ര ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കേരളത്തിലെയും ഇന്ത്യയുടെയൊക്കെ പല ഭാഗത്തുനിന്നായിട്ട് തിരുവനന്തപുരത്ത് വന്ന് അവരുടെ കൈകൊണ്ട് അവരുടെ അമ്മയ്ക്ക് ഒരു നേദ്യം സമർപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള ഭേദഭാവമൊന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് എല്ലാവരും അമ്മയുടെ മക്കളാണ്. ആ അമ്മയുടെ മക്കള് വ്രതത്തോടു കൂടി ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വ്രതം തുടങ്ങും എന്നാണ്. പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കലെടുത്തുകൊണ്ട് പൊങ്കാലയുടെ അന്ന് ചില ആളുകളൊക്കെ പൂർണ്ണമായിട്ട് ഉപവാസം എടുത്തുകൊണ്ട് ഗണപതിക്ക് നേദ്യം വെച്ച് അമ്മയ്ക്ക് ആവശ്യമുള്ള നേദ്യം, വെള്ളരി നേദ്യമോ മണ്ടപ്പുറ്റോ തെരളിയോ മോദകോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് സമർപ്പിച്ച് അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം മാത്രം ജലപാനം ചെയ്യുന്ന ഭക്തർ വരെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം എന്താണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ കൊടുക്കുന്ന നേദ്യം, പായസം എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ മനസ്സിനേക്കാൾ വലുതായിട്ടൊന്നും അമ്മയ്ക്ക് കൊടുക്കാനില്ല. അതിനെ നമുക്ക് പ്രത്യക്ഷത്തിലെടുത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നു. അതും സ്ത്രീകളുടെ ആരാധനയിൽ ഏറ്റവും ഔന്നത്യത്തിൽ വരുന്ന ഒന്നാണ് പൊങ്കാല. നമ്മുടെ ധർമ്മത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുള്ളത്. സ്ത്രീകൾക്കാണ് പൊങ്കാല വിധി. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല തുടങ്ങുന്നതും ആറ്റുകാലാണ്. കാർത്തിക മുതൽ തുടങ്ങി കുംഭമാസത്തിൽ പൂരം നക്ഷത്രവും പൗർണമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. ഇന്നതാണ് ആ ദിവസം അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് ധന്യരായിട്ട് എത്രയോ ആളുകൾ ഇപ്പം അവരുടെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ടാവും. അപ്പൊ പൊങ്കാല തിളച്ച് മറയുന്ന ദിക്കിനനുസരിച്ച് ഫലമൊക്കെ പറയാറുണ്ട്. കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ വളരെയധികം ഉത്തമമാണ്, ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് നടക്കും. വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ ചെറിയ തടസ്സം ഉണ്ടാവും. പടിഞ്ഞാറോട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവും. തെക്കോട്ടാണെങ്കിൽ വലിയ പ്രയാസമാണ്, ദുരിതം തീർന്നിട്ടില്ല. എങ്ങോട്ട് തിളച്ചു മറഞ്ഞാലും ആ ഭഗവതി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും ക്ഷണനേരം കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങോട്ടാണ് തിളച്ചു മറിഞ്ഞെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ആശങ്കയൊന്നും വേണ്ട. അതൊക്കെ നമ്മുടെ ആ ഒരു സങ്കല്പം, നമ്മുടെ ഭക്തി, നമ്മൾ കൊടുത്ത ആ നേദ്യം സന്തോഷത്തോടു കൂടി ഭഗവതി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ തിളച്ചു മറിഞ്ഞത്. അത് എവിടേക്കോ ആയിക്കോട്ടെ, ആ അമ്മ അത് സന്തോഷത്തോടു കൂടി കഴിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇന്ന് തൊട്ട് ആ ആറ്റുകാൽ ഭഗവതി ഒരു വർഷം വീണ്ടും കാത്തിരിക്കുകയാണ്. എന്തിന്? അമ്മയുടെ മക്കളുടെ കൈകൊണ്ട് കിട്ടുന്ന ഒരു ഭക്ഷണത്തിന്. നോക്കൂ, എത്രയൊക്കെ പറഞ്ഞാലും ദേവിയാണെങ്കിലും ആ ദേവിയെ നമ്മളൊരു അമ്മയായിട്ട് കാണുന്ന സമയത്ത് ആ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എപ്പോഴാണ്? ഏറ്റവും രുചികരമുള്ള ഭക്ഷണം, ഏറ്റവും വില കൂടിയ ഭക്ഷണം എല്ലാ ദിവസവും കിട്ടുന്നുണ്ടെങ്കിലും സ്വന്തം മക്കൾ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം, അത് രുചി ഇല്ലെങ്കിലും അത് വില കുറഞ്ഞതാണെങ്കിലും എന്തോ ആയിക്കൊള്ളട്ടെ, അതല്ലേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിലപിടിപ്പായിട്ട് അമ്മ കാണുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത പൊങ്കാലയ്ക്ക് നമ്മൾ എങ്ങനെ കാത്തിരിക്കുന്നുണ്ടോ അതുപോലെ ആ ആറ്റുകാൽ ഭഗവതിയും ആ ശ്രീകോവിലിനുള്ളിൽ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എത്താൻ സാധിച്ചവരവിടെ, എത്രയോ ആളുകൾ പല ജില്ലകളിൽ ഇരുന്നുകൊണ്ട് അവരുടെ വീട്ടുമുറ്റത്ത് ഇത് അമ്മയ്ക്ക് എന്നുള്ള സങ്കല്പത്തോടു കൂടി പൊങ്കാല ഇടുന്നുണ്ട്. ചില ആളുകൾ പൊങ്കാല ഇടാൻ സാധിക്കാതെ പല പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഈ സമയത്ത് ഇടാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ മനസ്സിൽ ആ സമയത്ത് അമ്മയെ ധ്യാനിക്കുന്നു. ഗണപതിക്ക് നേദ്യം വെച്ച് പൊങ്കാല അടുപ്പിൽ നിന്ന് പകരുന്ന തീ കൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നേദ്യം, അതെന്തോ, ഇപ്പോൾ തെരളി അടയാവാം, മണ്ടപ്പുറ്റ്, നമ്മൾ ഈ അസുഖങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഭഗവതിക്ക് സമർപ്പിക്കുന്ന നേദ്യമാണ്, അതാവാം, മോദകമാവാം, ശർക്കര പായസമാവാം, എന്താണോ അത്. ഒന്നും കഴിയില്ലെങ്കിൽ വെള്ള നേദ്യം, വെള്ളച്ചോറ് അത് കൊടുത്താലും മതി. കാരണം കൊടുക്കുന്നത് സ്വന്തം കുട്ടിയാണ്, കഴിക്കുന്നത് സ്വന്തം അമ്മയാണ്. ആ രണ്ട് ബന്ധങ്ങൾക്ക് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ. ആ സമയത്ത് അമ്മയ്ക്ക് അത് കൊടുക്കുമ്പോൾ അമ്മ ഇത് ഞാൻ തരുന്നത് അമ്മ ഇതെനിക്ക് നടത്തി തരാനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരിക്കലും കൊടുക്കാതിരിക്കുക.
സ്വന്തം അമ്മയ്ക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന മക്കളെയാണ് ഇഷ്ടം. ഒന്നും തിരിച്ചു വേണ്ട, എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതി. ആ സ്നേഹം മാത്രം മതി എന്ന് പറയുന്ന മക്കൾക്ക് അമ്മ വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. അത് അമ്മയുടെ പാരമ്പര്യമാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് സഞ്ചരിച്ചാൽ കാണാൻ പറ്റും. ഇന്ന് തിരുവനന്തപുരത്ത് വന്ന ആറ്റുകാൽ പരിസരത്തൊക്കെ വന്ന് പൊങ്കാലയിട്ട് അമ്മമാരോട് ചോദിച്ചാൽ അവർക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ടാവും. അവരൊക്കെ ഇതേ ചെയ്തിട്ടുള്ളൂ. ഒന്നും പ്രതീക്ഷിക്കാതെ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഒന്നും കൊടുക്കാത്തവർക്ക് ദേവി പ്രതീക്ഷിക്കാത്തത് തിരിച്ചു കൊടുത്തു. ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലൊരു മഞ്ചാടിക്കുരുവൊക്കെ ആയിരിക്കും, പക്ഷെ അമ്മ കൊടുത്തിട്ടുണ്ടാവുക വലിയ വലിയ കുന്നുംപുറങ്ങളായിരിക്കും. അവരുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തി അമ്മ അത് സാക്ഷാത്കരിച്ചു കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആറ്റുകാൽ ഭഗവതിയെ നമുക്ക് എല്ലാവർക്കും ഈ പൊങ്കാല ദിവസം ഈ സന്ധ്യാസമയത്ത് സാഷ്ടാംഗം നമസ്കരിക്കാം. അത് ഭദ്രകാളിയായിട്ട് കാണുകയാണെങ്കിലും, കണ്ണകിയായിട്ട് കാണുകയാണെങ്കിലും, ദുർഗയായിട്ട് കാണുകയാണെങ്കിലും, മഹിഷാസുരമർദ്ദിനിയായിട്ട് കാണുകയാണെങ്കിലും, എങ്ങനെ കണ്ടാലും നമ്മൾ ആ അമ്മയെ വിളിക്കുന്നത് അമ്മേ എന്നാണ്. ആ വീടെ മുകളിൽ ഒന്നും തന്നെ ഇല്ല. ആ അമ്മയെ എങ്ങനെയൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇനിയും അമ്മയുടെ കൃപ കൊണ്ട് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാല ഇട്ട അമ്മമാർക്കും ഇടാൻ സാധിക്കാത്ത പോയ ആളുകൾക്കും ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ആറ്റുകാൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പനോടും അമ്മയോടും പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചിട്ടയായ ക്ഷേത്രാചാരങ്ങൾ പാലിച്ചാൽ ഏതൊരു ക്ഷേത്രവും മഹാക്ഷേത്രമായി വളരും എന്നതിന് ഉദാഹരണമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. ഏവർക്കും ദേവിയുടെ കൃപയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്ഷേത്രാങ്കണത്തിലെത്തി ദീപാരാധന കാഴ്ചകൾ കണ്ടു മടങ്ങാം. ആറ്റുകാൽ ദേവി. ക്ലേശഭരിതമായ ജീവിതം മനംനൊന്ത് വിളിക്കുമ്പോൾ സമാശ്വാസത്തിൻ്റെ അനുഗ്രഹവർഷവുമായി ചാരത്തെത്തുന്ന സാക്ഷാൽ ജഗന്മയകാരിണി, ഭക്തരുടെ അമ്മ. കാലത്തിൻ്റെ തിരക്കുകളിലും വല്ലായ്മകളിലും കുടുങ്ങി ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ അഭയകേന്ദ്രമാവുകയാണ് ആറ്റുകാൽ ദേവീ സന്നിധി. ആശ്രയത്തിൻ്റെ മുലപ്പാൽ ചുരത്തി ഭക്തന് അനാദിയായ മാതൃസ്നേഹം പകരുകയാണ് ഇവിടം. തിരുവനന്തപുരം ജില്ലയിൽ തെക്കുകിഴക്കു ഭാഗത്ത് ആറ്റുകാൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആറ്റുകാലമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായ മുല്ലുവീട്ടിലെ കാരണവർ കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാലിക പ്രത്യക്ഷപ്പെട്ട് തന്നെ നദി കടത്തുവാൻ ആവശ്യപ്പെട്ടു. കാരണവർ ബാലികയെ അക്കരെ കടത്തിയ ശേഷം എവിടെയാണ് പോകുന്നത് എന്നന്വേഷിച്ചു. കൊടുങ്ങല്ലൂരേക്കാണ് എന്ന് ബാലിക ഉത്തരം നൽകി. നേരം വൈകിയ നേരത്ത് യാത്ര ശുഭകരമല്ലാത്തതിനാൽ തൻ്റെ തറവാടായ മുല്ലുവീട്ടിൽ കൂടിക്കൊള്ളൂ എന്ന് കാരണവർ പറഞ്ഞു. കഴിയാൻ ഇടം തന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിലോ എന്ന് ചോദിച്ച ബാലികയോട് കുടില് കെട്ടി നിന്നെ കുടിയിരുത്തുമെന്ന് കാരണവർ ഒട്ടൊരു നർമ്മരസത്തിൽ ബാലികയോട് പറഞ്ഞു. വീട്ടിലെത്തിയ ബാലികയെ സൽക്കരിക്കുവാൻ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ബാലിക അപ്രത്യക്ഷയായി. അന്നു രാത്രി കാരണവർക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. സാക്ഷാൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് തന്നെ അടുത്തുള്ള കാവിൽ 3 വരകൾ കാണുന്നയിടത്ത് കുടിയിരുത്തണം എന്നാവശ്യപ്പെട്ടു. പിറ്റേ ദിവസം കാവിലെത്തിയ കാരണവർ ശൂലം കൊണ്ടുണ്ടാക്കിയ 3 വരകൾ കാണുകയും ആ സ്ഥലത്ത് ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു. തിരുശംഖിന്നാദമേറ്റു തിരുനടയും തുറന്നപ്പോൾ, തിരുശംഖിന്നാദമേറ്റു തിരുനടയും തുറന്നപ്പോൾ ദേവി. മനംനൊന്ത് വിളിച്ചാൽ ദേവി വിളിപ്പുറത്തെത്തുന്നു എന്നത് ഭക്തജനങ്ങളുടെ അനുഭവമാകുന്നു. നിർമാല്യ ദർശനം കണ്ടു. ശ്രീകോവിലിനകത്ത് ദേവിയുടെ 2 വിഗ്രഹങ്ങളുണ്ട്. പുരാതനമായ മൂലവിഗ്രഹം രത്നങ്ങൾ പതിച്ച് സ്വർണ്ണയങ്കി കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മൂലവിഗ്രഹത്തിന് ചുവട്ടിൽ അഭിഷേക വിഗ്രഹവും ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകരുന്നു. വ്യത്യസ്തമായ പൂജകളാലും വഴിപാടുകളാലും ആറ്റുകാൽ ദേവീക്ഷേത്രം ഭക്തമനസ്സിൽ സാധനയുടെ പരമമായ തൊടുകുറി അണിയിക്കുന്നുണ്ട്.
ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ ദർശന സൗഭാഗ്യം തേടിയെത്തുന്ന ഏതൊരു ഭക്തന്റെയും മനവും മിഴിയും കുളിരണിയിക്കുന്ന കാഴ്ചയുടെ നിറപൊലിമ പകരുന്നവയാണ് ഇവിടെയുള്ള ശില്പങ്ങൾ. ദേവീദേവന്മാരുടെ ഐതിഹ്യ കഥകൾ ഇതൾ വിരിയുന്ന ഈ ശില്പങ്ങൾ നമ്മുടെ ആരാധനാ രീതികളിലെ വൈവിധ്യം ഓർമ്മിപ്പിക്കുന്നവയാണ്. ഒരു വേള തമിഴകത്തിൻ്റെയും മലയാളത്തിൻ്റെയും ശില്പചാതുരിയുടെ സമഞ്ജസ സമ്മേളനം കൂടിയാണ് ഈ ശില്പവിസ്മയം. രാമായണം, ദശാവതാരം, കണ്ണകി ചരിതം, ദേവി ഭാഗവതം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ശില്പങ്ങളെല്ലാം. മാനസം തേടി ദേവീ രൂപവും ചൂടി. മുഖമണ്ഡപത്തിന് മുകളിലെ വേതാളാരൂഢയായ ദേവി, രാജഗോപുരത്തിന്റെ അകത്തെ ചുമരുകളിൽ കാണുന്ന കാളീരൂപങ്ങൾ, ദക്ഷിണഗോപുരത്തിനകത്തെ വീരഭദ്ര രൂപങ്ങൾ തുടങ്ങിയ ശില്പങ്ങൾ ഓരോ ഭക്തനിലും ഭക്തിയുടെ നിറപൗർണമി വിടർത്താൻ പര്യാപ്തമാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന പ്രയോഗം ആറ്റുകാൽ ദേവീക്ഷേത്രത്തെ അന്വർത്ഥമാക്കുന്നതാണ് പൊങ്കാല മഹോത്സവം. ദ്രാവിഡ സംസ്കൃതിയുടെ തിരുശേഷിപ്പുകൾ പൊങ്കാല മഹോത്സവത്തിന്റെ ചടങ്ങുകളിൽ കാണാൻ കഴിയുന്നതാണ്. പൊങ്കാലയുടെ ഐതിഹ്യം മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടതാണ്. മഹിഷാസുര വധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല നൈവേദ്യം അർപ്പിച്ച് സ്വീകരിച്ചു എന്നാണ് സങ്കല്പം. പുത്തൻ കലം, പച്ചരി, ശർക്കര, നെയ്യ്, നാളികേരം എന്നിവ ഉപയോഗിച്ചാണ് പൊങ്കാല ഒരുക്കുന്നത്. പഞ്ചോപചാര പൂജയുടെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ പൊങ്കാല. പാഹി പർവതനന്ദിനി മാമയി പാർവണേന്ദു. പൊങ്കാല സമർപ്പണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി എന്നീ പഞ്ചഭൂത പ്രതീകം തന്നെയാകുന്നു. മണ്ണിനാൽ നിർമ്മിതമായ കലം പ്രപഞ്ചത്തിൻ്റെയും, അരി മനസ്സിൻ്റെയും, ശർക്കര പരമാനന്ദത്തിൻ്റെയും പ്രതീകമാണ്. മനസ്സാകുന്ന അരി ജലത്തിൽ തിളച്ച് ശരീരബോധം അഥവാ അഹംബോധമില്ലാതായി ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ വിലയം പ്രാപിച്ച് ആത്മബോധത്തിൻ്റെ പായസമായി മാറുന്നു. അഹംബോധം വെടിഞ്ഞ ശരീരം ദേവിക്ക് സമർപ്പിക്കുന്നു എന്നതാണ് ഇതിലൂടെ ഭക്തർ നടത്തുന്നത്. അവനവനെ ദേവീ സവിധത്തിൽ സമർപ്പിക്കുകയാണ് പൊങ്കാലയുടെ ആധ്യാത്മിക തത്വം. അമ്മയ്ക്ക് തിരുമുമ്പിലുള്ള മറ്റൊരു വഴിപാടാണ് നാരങ്ങ വിളക്കും നാരങ്ങ മാലയും. നാരങ്ങയിൽ തിരിയിട്ട് ദേവിയുടെ നടയിൽ കത്തിക്കുന്നത് സകലവിധ ഐശ്വര്യത്തിനും കാരണമാകുന്നു. കുഞ്ഞുങ്ങൾക്ക് ചോറൂണം ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ്. ദേവിയുടെ തിരുനടയിൽ നിന്ന് കുഞ്ഞുവായിൽ അന്നം പകരുന്നത് എത്രയും അഭിവൃദ്ധിജനകമാണ് എന്നാണ് വിശ്വാസം. ഫലപ്രാപ്തിക്കും അപേക്ഷസിദ്ധിക്കുമുള്ള മറ്റൊരു നേർച്ചയാണ് തുലാഭാരം. നേർച്ച വസ്തുക്കളാൽ പ്രതീകവൽക്കരിച്ച് അപേക്ഷസിദ്ധിക്ക് തന്നെ തന്നെ ദേവിക്ക് സമർപ്പിക്കുക എന്നതത്രേ ഈ ചടങ്ങിന്റെയും വിശ്വാസം. പൊങ്കാലയിലൂടെ ആത്മബലി നൽകിയും മന്ത്രജപങ്ങളാൽ അഭിഷേകം നടത്തിയും ആറ്റുകാലമ്മയുടെ അലൗകികമായ അനുഗ്രഹം തേടുകയാണ് ഭക്തർ. തൻ്റെ സമീപം എത്തുന്നവരെ ചാരത്തു ചേർത്തു നിർത്തി അമ്മയുടെ സാന്ത്വന സ്പർശം പോലെ തഴുകിത്തലോടുന്നു ആറ്റുകാലമ്മ. ഗുഞ്ചഹാരിണി സുശോഭിനി പിഞ്ചധരഭരകേശിനി ഗുഞ്ചഹാരിണി സുശോഭിനി പല്ലവധാരിണി പന്നഗവാഹിനി വെല്ലുകതാവക വൈഭവം പല്ലവധാരിണി പന്നഗവാഹിനി വെല്ലുകതാവക വൈഭവം ശോകപൂരിത ഭവാബ്ധികരേരുവ ഏകണേ സദയം താവകാനുഗ്രഹം ശോകപൂരിത തുടക്കം നന്നായാൽ ഒടുക്കവും നന്നായി എന്നൊരു ചൊല്ലുണ്ട്.
ദിവസം മുഴുവൻ ഉല്ലാസഭരിതമായിരിക്കുവാൻ രാവിലെ മുതൽ ചില നല്ല കാര്യങ്ങൾ ശീലിക്കുന്നത് ഗുണകരമാണ്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.